പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിനായി കാത്തിരിക്കുകയാണ് ഏവരും. 29-നാണ് ബജറ്റ് അവതരിപ്പിക്കുക. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കാമെന്നാണ് പ്രതീക്ഷ. അതിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. 29-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കാമെന്ന പ്രതീക്ഷയാണ് ഇവർക്കും. അതിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടതും. കേരളത്തിന് 21,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണമെന്ന് കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെടുന്നുണ്ട്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുകൊണ്ട് തന്നെ കേരളം സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേന്ദ്രത്തോട് അപേക്ഷിച്ചത്. കടമെടുപ്പ് പരിധിയിൽ നിന്ന് വിവിധ കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം 17,000 കോടിയാണ് വെട്ടിക്കുറച്ചതെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. പുറമെ 15-ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ മൂലം സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 4,250 കോടിയും നഷ്ടമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ ആഘാതത്തിൽ നിന്ന് കരകയറാനാണ് കേരളം പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെടുന്നത്. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും വലിയ പ്രതീക്ഷകളാണ് ജീവനക്കാർക്ക് സർക്കാർ നൽകുന്നത്. പെൻഷനോ ശമ്പള പരിഷ്കരണമോ ഒന്നും ഇതുവരെയും തീരുമാനമാക്കിയിട്ടില്ല. ഈ ബജറ്റിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്രം പുതുതായി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി എന്ന പദ്ധതിയും കൊണ്ടുവന്നിരുന്നു. ഇതിൽ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുത്തനെ കൂടുമെന്നാണ് സർക്കാർ പറയുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.